വിളിക്കണത്? ഹലോ, ആ ഞാൻ വീട്ടിലുണ്ട്. ആൻറ്റി ആണാ? മാമന്റെ വീടിന്റെ അടുത്തനാണാ? അത് ശരി. എത്ര സെന്റിന് സ്ഥലം? 5. ആ, അവരെന്ത് റേറ്റെല്ലാം പറഞ്ഞ? അത് കുഴപ്പമില്ല, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. നല്ലാണെങ്കിൽ നമുക്ക് എടുക്കാന്ന്. എന്തായാലും അത്യാവശ്യമാണല്ലോ നമുക്ക്. നോക്കാം. ഇല്ല, ഞാൻ പോയിട്ടില്ല. അത് വീട്ടില് മതിലേട്ടാനായിട്ട് ആള് വരുവേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ലീവ് എടുത്ത്. അപ്പൊ കുഴപ്പമില്ല, ഞാനവിടെ വരാം. ശരി എന്നാ ഞാൻ വിളിച്ചോളാം. ആരാണ് വിളിച്ച? പുതിയ മാമനെ വിളിച്ച് മാമന്റെ വീടിന്റെ അടുത്ത് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കാണ്ടെന്ന്. അപ്പൊ ആ മാമൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നല്ല ഏരിയയാണ്, ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ജോലിക്ക് പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ എന്തായാലും ഈ മതിലിന്റെ പണിക്കാർ വന്നു പോയതിനു ശേഷമേ ഞാൻ അങ്ങോട്ട് പോവാം. പോയിട്ട് കൈയോടെ നോക്കാം. അല്ല, അപ്പൊ സ്ഥലം കാണാൻ ഞാൻ വരണ്ടേ? നീ ഇതിനാ വന്നത്? അത് ഞാൻ പോയി കണ്ടോളാം, ഞാൻ മാമനെ പോയി കണ്ടോളാം. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് എല്ലാവരും ഇതിലും വരയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടേ കാണിക്കാം. അല്ലാണ്ട് സ്ഥലം കാണാൻ പോകുന്നതിന്റെ ആവശ്യമൊന്നുമില്ല. ചെല്ലി മതിലുപണിക്കാർ ഇത്രയും വന്നില്ല, ഒന്ന് വിളിച്ചു നോക്കാം. മതില് കിട്ടിയോടെ മിറ്റൊക്കെ ഒന്ന് വൃത്തിയായി. മാളു മതിലൊക്കെ കിട്ടിയല്ല? മതില് കിട്ടി. ഇന്ന് രാവിലെയാണ് അവര് വന്നത്. അതെല്ലേ? നല്ല ഭംഗിയായല്ലേ? നല്ല ഭംഗിയായി. ഇപ്പൊ ഇവിടെ ഗേറ്റും കൂടി വെച്ചാ മതി. ഗേറ്റ് വെക്കുന്നുണ്ട്. അതെ, അടുത്ത മാസം അവനൊക്കെ വന്യ അനിയനൊക്കെ. അതെ, അവനെ കണ്ടിട്ട് എത്ര നാളായിരുന്നു. അപ്പൊ അവൻ ഇനി പോണില്ല. അവര് ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ നിക്കാൻ തന്നെ. അപ്പൊ നിങ്ങളപ്പോ മാറേണ്ടി വരൂലേ? മാറണം. ചേട്ടനപ്പ സ്ഥലമൊക്കെ നോക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇത്തിരി സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു മാമൻ. അതെല്ലേ? പോകുമെന്ന് പറഞ്ഞ് നോക്കാനായിട്ട്. അതെങ്ങനെ ശരിയാവുന്നുണ്ടെങ്കില് അത് മേടിക്കും. പിന്നെ പതുക്കെ വീട് പണിയണം. എന്തായാലും 1 വർഷത്തിനുള്ളിൽ എന്തായാലും ഇവിടെ നിന്ന് മാറണം. അവരൊക്കെ ആയിക്കഴിയുമ്പോ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ നിൽക്കണത് ശരിയല്ലല്ലോ. അല്ല, നീ ഇന്നലെ രാവിലെ ഇവിടെ പോയതാണ്? വേറെ ഒന്നുമല്ല മാളു, ചേട്ടനെ ഒരു പുതിയ വീട് എടുത്തിട്ടുണ്ടായിരുന്നേ, അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി പോയതാണ്. പുതിയ വീടാ? നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പുതിയ വീട്? ഒരു വീടുണ്ടല്ലോ. അതുണ്ട്, 2 ആമക്കളല്ലേടി, 2 പേർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരെണ്ണം വാടകെങ്കിലും കൊടുക്കാലാ. അത് ശരിയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മേടിച്ചിടാൻ പറ്റുള്ളൂ. ഇപ്പഴല്ലേ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ഒരൊറ്റ നിർബന്ധം, എന്റെ പേരിൽ തന്നെ, എന്റെ അല്ല, ഞങ്ങൾ 2 പേരുടെയും പേരിൽ തന്നെ വേണമെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞ് അതൊന്നും വേണ്ട, ചേട്ടന്റെ പേര് തന്നെ മതിയെന്ന്. പക്ഷെ ചേട്ടന് സമ്മതിക്കില്ല. ചേട്ടൻ എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെന്നുള്ളതെന്നാണ് പറയണത്. മക്കളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നാ പറയണേ. ഞാൻ കൊറേ പറഞ്ഞ പുള്ളിക്കാരൻ കേൾക്കണില്ലെന്ന്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പോയി. ഞാൻ അതിനുവേണ്ടി പോയതാണ്. എന്താ നടന്നല്ലോ? നടന്നടി. പിന്നെ പണിയൊക്കെ കഴിഞ്ഞില്ല നിന്റെ? പണിയുണ്ട് ഇനി. അപ്പൊ ഈ മതിൽ പണിക്കാർ വന്നോണ്ട് ഇന്ന് രാവിലത്തെ ഒന്നും നടന്നൊന്നുമില്ല. ഇതെല്ലാം ചെയ്യണു ഇനി. ചെല്ലട്ടെ എനിക്ക്. ശരി എന്നാ. മാളു, ഇവിടെ ഉണ്ട്. നീ ഇവിടെ എടുക്കണ? അതെ, ആ സ്ഥലത്തിന്റെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? അടുത്ത മാസം തന്നെ തീരാക്കണമെന്ന് പറഞ്ഞു. അടുത്ത മാസോ? അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ലോൺ ശരിയാവോ? ഇനിയിപ്പോ ലോണിന്റെ പുറകെ ഒന്നും പോകണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ലോണൊക്കെ പണിയാണ്. വല്ല മുടങ്ങിയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലേ വെറുതെ ചടങ്ങാണ്. ഞാൻ വേറൊരു ഐഡിയ കിട്ടി. അതില്ലേ, നിന്റെ സ്വർണം ലോക്കറിൽ ലഭില്ലേ? എന്റെ സ്വർണ്ണം ലോക്കറിലേക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. നമുക്ക് ആ സ്വർണ്ണം എടുത്തിട്ടേ അതങ്ങ് വിൽക്കാം. വിൽക്കണോ? ഇപ്പൊ നല്ല റേറ്റ് അല്ലേ? എങ്ങനെ പോയാലും ഒരു 1 ലക്ഷത്തിന് മുകളിൽ എന്തായാലും കിട്ടും. 30-35 പവനില്ലേ? 35 ലക്ഷം രൂപ നേരെ 5 ലക്ഷം രൂപ സ്ഥലത്തിന് കൊടുത്താലും ബാക്കി പെര പണിയാനുള്ള പൈസയുണ്ട്. ലോണും വെക്കണ്ട. വെറുതെ ലോണും വെച്ച് എന്ത് കാര്യമുണ്ട്? ഇതാവുമ്പോ ഒരു കുഴപ്പമില്ല, കാര്യം നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ അത്രയും സ്വർണ്ണം പിന്നെ നമ്മളെയും കൊണ്ട് പറ്റുമോ? അതൊക്കെ പറ്റും, ബാഗ് കൊണ്ട് തന്നെ കിട്ടും. അല്ലാണ്ട് ഇപ്പൊ വെറുതെ ലോൺ വെച്ച് വെറുതെ ടെൻഷൻ അടിക്കണേക്കാൾ എത്രയോ നല്ലതാണത്. അത് ശരിയാണ്. ലോണോട് എടുത്തുകഴിഞ്ഞാൽ പലിശയാവും, അതിന്റെ പലിശയാവും. അതിനേക്കാൾ നല്ലതാണ് സ്വർണം വെക്കണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ സുമേഷിനോട് സംസാരിച്ചപ്പോ അവനാണ് പറഞ്ഞത് സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വർണ്ണം വെക്കണമെന്ന്. ഇപ്പൊ നല്ല റേറ്റ് അല്ലേന്ന്. ഞാൻ ഓർത്ത് വെറുതെ ഈ ബാങ്കുകാരെ പുറകെ നടന്ന് എന്ത് കാര്യമുണ്ട്? എത്ര ദിവസമായി നടപ്പണിയായിട്ട് ഇതുവരെ അവരൊരു കാര്യം ശരിയാക്കിയിട്ടില്ല. ഇയാൾക്കാണ് അടുത്ത മാസം വേണമെന്ന്, അയാൾക്ക് എന്താ അത്യാവശ്യം ഉണ്ടെന്ന്. അപ്പൊ ഇതേ നടക്കുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീട്ടിലേ നിന്റെ അമ്മയുടെ അടുത്ത് കാര്യം പറ, ഇങ്ങനെ അത്യാവശ്യമുണ്ട്, സ്വർണം വേണമെന്ന് പറ. അമ്മനോട് ഞാൻ പറയാം. അമ്മ സമ്മതിക്കോ? സമ്മതിക്കാണ്ടിരിക്കുന്ന എന്തിനാണ്?
അതെനിക്ക് തന്ന സ്ത്രീധനമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിന്നെ ജീവിതകാലം മുഴുവനും തീറ്റിപ്പൊട്ടണോ? അതിനുവേണ്ടി എനിക്കെന്നാ കൂലിയാണത്. അതിപ്പോ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു മര്യാദക്ക് ഞാൻ പറഞ്ഞാണ് ഒരു വാക്ക് പറഞ്ഞേക്കെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നീ ഇപ്പൊ എന്തായാലും ഫോൺ വിളിക്കാൻ നിൽക്കണ്ട. നീ എന്തായാലും നാളെ പോയിട്ട് അമ്മ അടുത്ത് കാര്യം പറ. നമുക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇപ്പൊ അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാനത് വിൽക്കും, അത് വേറെ. ഒരു മയത്തിലെ കാര്യങ്ങൾ പറഞ്ഞു നീ അവതരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോര്, കേട്ടാ? ആ എന്നാ ശരി. അല്ല മോളെ, മോക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും പറഞ്ഞില്ലല്ലോ, എന്താണത്? അത് വേറൊന്നുമല്ല അമ്മേ, അമ്മക്കറിയാലോ ഞങ്ങൾ സ്ഥലം നോക്കണ കാര്യം. ഇപ്പൊ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അത് ഇഷ്ടപ്പെട്ട്. അപ്പൊ ലോൺ വെക്കാന്നാണ് തീരുമാനിച്ചത്. അപ്പൊ ചേട്ടൻ പറഞ്ഞാണ് ലോണൊക്കെ വെച്ചാല് പലിശയൊക്കെ അടക്കേണ്ടി വരില്ലേ, എങ്ങാനും ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ വന്ന് മുടങ്ങി കഴിഞ്ഞാല് പിന്നെ അത് പലിശ ഇരട്ടിയാവും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ സ്വർണത്തിന് നല്ല വില കൂടിയ സമയമാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞേ എന്റെ സ്വർണ്ണമൊക്കെ എടുത്ത് വിൽക്ക, കിട്ടണ പൈസക്ക് സ്ഥലവും മേടിക്ക, ബാക്കി പൈസക്ക് വീടും പണിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കടമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യട്ടെ, എന്റെ സ്വർണ്ണം എടുക്കട്ടെ. അതിനെന്താണ് ഇപ്പൊ, ഒരു നല്ല കാര്യത്തിനല്ലേ. അതിപ്പോ അമ്മനോട് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ സ്വർണ്ണം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നാലും അമ്മേ അത് അമ്മനോട് പറയണല്ല, അമ്മ തന്നതല്ലേ. അപ്പൊ അതെടുക്കുമ്പോ എന്തായാലും അമ്മയുടെ സമ്മതം മേടിക്കണല്ലോ. അതാണ് ഞാൻ അമ്മനോട് ഒന്ന് പറഞ്ഞത്. എന്റെ മോളെ, അമ്മ മോക്ക് ആ സ്വർണം തന്നതേ മോക്കടെ ഭാവിയില് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ എടുക്കാൻ വേണ്ടിയാണ് തന്നത്. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് അത്യാവശ്യമല്ല, അതുകൊണ്ട് സ്വർണ്ണം എടുക്കണേന് ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ ആ സ്വർണ്ണം എടുത്ത് കൊടുക്കട്ടെ അമ്മ ചേട്ടന്? ആ മോള് കൊടുത്തോ, ഒരു നല്ല കാര്യത്തിനല്ലേ, എല്ലാം നന്നായി വരും. മാമനാണ് വിളിക്കുന്നത്. ഹലോ, ആ മാമ പറഞ്ഞോ. ആണോ? ആ ആധാരത്തിന് ഓഫീസിൽ നിന്നല്ലേ? ആ എന്തൊക്കെ വേണം? ആ ഓക്കെ. ആ മാമൻ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക്. ആ ഓക്കെ ഞാനിപ്പോൾ വരാം. ആ ശരി. ഓ മാഡത്തിനൊന്നും വിളിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് രണ്ടു കൂടി പോവാം. ആ ശരി മാ. ആ ശരി. മാളു, മാളേ. ആ നീ മുള്ളാണോ? ഈ വാതിൽ തുറന്നിട്ടാണോ അങ്ങോട്ട് പോയിക്കണം? ദേവന് നീ എന്തിനാ ദേഹത്ത് തേങ്ങ ഞാൻ വെയിലത്ത് വെക്കാൻ വേണ്ടി പോയതാണ്. നീ പോയിട്ടെ എന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇവിടുത്തെ റേഷൻ കാർഡ്, അങ്ങനെയുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. എന്തിനാണ് ഇതൊക്കെ? എനിക്ക് ഉദയ മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആധാർ എഴുത്ത് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് ആധാർ എഴുതുന്ന ദിവസം, അപ്പൊ ഈ സാധനങ്ങളൊക്കെ വേണം. ആധാർ എടുത്താൻ പോണേനാ? ആ ഞാൻ വേഗം പോവാനാണ്. അല്ല അപ്പൊ എന്റെ വേണ്ടേ? നിന്റെ എന്തിനാണ്? അല്ല നമ്മുടെ രണ്ടുപേരുടെയും കൂടി പേരിലല്ലേ നമ്മ മേടിക്കണത്. ആര് പറഞ്ഞു നമ്മുടെ രണ്ടുപേരും പേരിലാണ്? എന്റെ പേരിലാണ് മേടിക്കണത്. അതിന് നിന്റെ എന്തിനാണ് ആവശ്യം? അതെന്താണ് അങ്ങനെ? നമ്മുടെ രണ്ടുപേരുടെയും പേരിലല്ലേ മേടിക്കേണ്ടത്. ആര് പറഞ്ഞു രണ്ടുപേരും പേരിൽ? ദേ ആ അച്ചുവിന്റെ ഒക്കെ ഭർത്താവിനെ കണ്ടുപിടിക്ക്. അച്ചുവിന്റെ ഭർത്താവ് ദേ നാളെ പുതിയൊരു വീട് മേടിച്ച്, ആ വീടും അവർ രണ്ടുപേരും പേരിലാണ് മേടിച്ചത്. ആ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലും ഭാര്യ ഒറ്റപ്പെട്ടിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മേടിച്ചു കൊടുത്തേക്കണത്. അപ്പൊ നമ്മളും മേടിക്കുമ്പോ അങ്ങനെ മേടിക്കണല്ലേ നല്ലത്. പിന്നെ അവന് തലക്ക് പ്രാന്താണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യോ? അവനെ അവന്റെ വീട്ടിൽ മാത്രം മേടിച്ചാ പോരെ? ഇപ്പൊ നിങ്ങളൊക്കെ വിശ്വസിക്കണം എങ്ങനെയാണ്? അതായത് കാര്യം കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ഓരോരുത്തന്മാരായിട്ട് പ്രേമവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോണത്. പിന്നെ എന്ത് ചെയ്യും? അവകാശം കൊടുക്കേണ്ടി വരും. മണ്ടൻ. അതുപോലെ ഞാൻ ചെയ്യുമെന്ന് മോള് പ്രതീക്ഷിക്കണട്ടാ. ഇവിടുത്തെ ഗൃഹനാഥൻ ഞാനാണ്, എന്റെ പേരിൽ മേടിക്കുള്ളൂ. ചേട്ടത് എന്തൊക്കെയാണ് പറയണത്? ഞാനങ്ങനെ വല്ലവരൊപ്പം പോവാന്നാണ് പറയണത്. ചേട്ടനപ്പൊ എന്റെ വിശ്വാസമില്ലേ? എന്നെ പൊന്നു മാളു, ഈ കാര്യത്തിൽ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റൂല. ഓരോരുത്തരൊക്കെ സ്വഭാവമൊക്കെ എപ്പോഴാണ് മാറുന്ന ആർക്കറിയാം. ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞോളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പേരിൽ തന്നെ ഇത് എഴുതുള്ളൂ. ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഓരോരുത്തരുടെ സ്വഭാവം എപ്പോഴാണ് എങ്ങനെയാണ് മാറണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ വേണ്ട, ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാൻ പോയപ്പോഴത്തേക്കും സ്വന്തം ഭാര്യനെ അങ്ങ് മറന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തിരിച്ചിതുപോലെ തന്നെ ചേട്ടനെങ്ങാനും വേറെ വല്ല പെണ്ണിന്റെ ഒപ്പം പോവുകയാണെങ്കിൽ എന്റെയും കൊച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും? വേണ്ട വർത്തമാനം പറയണ്ട, മൂന്നക്കടിക്കും. ഇപ്പൊ ശരിക്കും പൊള്ളിയല്ലേ? അപ്പൊ എന്നെ പറഞ്ഞതാ?
ചേട്ടന് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ എന്റെ സ്വർണം തന്നത്. എന്റെ സ്വർണം വേണം, എന്റെ സ്വർണത്തിന് സ്ഥലവും മേടിക്കാം, വീടും വെക്കാം. അത് എന്റെ പേരിലേക്കും കൂടി എഴുതാൻ പറ്റൂല. എന്നെ വിശ്വാസമില്ല. അതെന്തായാലും കൊള്ളാം. ആ പിന്നൊരു കാര്യം, അതെ എന്റെ സ്വർണം വേണമെങ്കിൽ എന്റെ പേരിലും കൂടി എഴുതണം. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വർണം തരും. ഇല്ലെങ്കിൽ എന്റെ സ്വർണം എനിക്ക് നാളെ തന്നെ തിരിച്ചു തന്നേക്കണം. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെ എനിക്കും വിശ്വാസമില്ല. ഇപ്പൊ തന്നെ ഇത്രയും പറഞ്ഞു വിട്ടില്ലേ, ഇനി എപ്പോഴാണ് സ്വഭാവം മാറണെന്ന് പറയാൻ പറ്റൂലല്ലോ. അതെ, ഇവിടെ ഈ ഭാര്യ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അവളുടെ സ്വർണങ്ങളെല്ലാം വേണം, സ്ഥലം വാങ്ങാനും വീട് വെക്കാനും എല്ലാത്തിനും. പക്ഷേ അവളുടെ പേരിൽ ഒന്നും എഴുതില്ല, കാരണം അവളുടെ വിശ്വാസക്കുറവ്. അപ്പോൾ ഈ ഭാര്യ എടുത്ത തീരുമാനം ശരിയല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ചെയ്യും.